ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അഞ്ജു പ്രഭ. അടൽ പെൻഷൻ യോജന 2030-31 സാമ്പത്തിക വർഷം വരെ തുടരുന്നതിന് കേന്ദ്ര മന്ത്രിസഭായോഗം തീരുമാനിച്ചു. പദ്ധതിയുടെ പ്രചാരണം, വികസനം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് ധനസഹായം നീട്ടുന്നതിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ഇന്ന് ചേർന്ന യോഗം അംഗീകാരം നൽകി. അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് വാർദ്ധക്യകാല വരുമാന സുരക്ഷ നൽകുക എന്ന ലക്ഷ്യത്തോടെ 2015 മെയ്യിലാണ് ഈ പദ്ധതി ആരംഭിച്ചത്. സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യയ്ക്ക് 5000 കോടി രൂപയുടെ ഓഹരി മൂല്യത്തിന് പിന്തുണ നൽകുന്നതിനും മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. 25,74,000-ലധികം പുതിയ MSME ഗുണഭോക്താക്കൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ദിവസത്തെ സന്ദർശനത്തിനായി വെള്ളിയാഴ്ച തിരുവനന്തപുരത്തെത്തും. ബയോ 360 ലൈഫ് സയൻസസ് പാർക്കിൽ CSIR NIIST ഇന്നൊവേഷൻ ടെക്നോളജി ആന്റ് എന്റർപ്രണർഷിപ്പ് ഹബിന്റെ ശിലാസ്ഥാപനം പ്രധാനമന്ത്രി നിർവഹിക്കും. സാങ്കേതിക വിദ്യകളുടെ വിപണിയിലേക്കുള്ള മാറ്റം, സംരംഭകത്വം എന്നിവയ്ക്കായുള്ള ദേശീയ കേന്ദ്രമായാണ് ഈ ഹബ്ബ് വിഭാവനം ചെയ്തിരിക്കുന്നതെന്ന് CSIR NIIST ഡയറക്ടർ ഡോക്ടർ അനന്തരാമകൃഷ്ണൻ അറിയിച്ചു. കേരളത്തിന് അനുവദിച്ച പുതിയ 4 ട്രെയിനുകളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. ജനാധിപത്യ പ്രക്രിയയുടെ അടിസ്ഥാന സ്തംഭങ്ങളാണ് ബൂത്ത് ലെവൽ ഉദ്യോഗസ്ഥരെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ. ന്യൂഡൽഹിയിൽ ഇന്ത്യ ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ ഡെമോക്രസി ആന്റ് ഇലക്ഷൻ മാനേജ്മെന്റിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജനാധിപത്യത്തിന്റെ മാതാവാണ് ഇന്ത്യയെന്നും അർഹരായ എല്ലാ വോട്ടർമാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് കുറ്റമറ്റ വോട്ടർ പട്ടിക നിലനിർത്തുന്നത് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നതിന് അത്യന്താപേക്ഷിതമാണെന്നും ശ്രീ ഗ്യാനേഷ് കുമാർ പറഞ്ഞു. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആതിഥേയത്വം വഹിക്കുന്ന 3 ദിവസത്തെ സമ്മേളനത്തിൽ 70-ലധികം രാജ്യങ്ങളിൽ നിന്നായി 100ഓളം പ്രതിനിധികൾ പങ്കെടുക്കും. കേരള നിയമസഭയുടെ ബജറ്റ് സമ്മേളനത്തിന്റെ 2ാം ദിവസം കാനത്തിൽ ജമീലയ്ക്ക് ചരമോപചാരമർപ്പിച്ച് സഭ. പുരോഗമന പ്രസ്ഥാനത്തിന് നികത്താനാകാത്ത നഷ്ടമാണ് കാനത്തിൽ ജമീലയുടെ വിയോഗമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സഭയിൽ എല്ലായ്പ്പോഴും ജനാധിപത്യബോധവും മതേതര നിലപാടും പ്രകടിപ്പിച്ച വ്യക്തിയായിരുന്നു കാനത്തിൽ ജമീലയെന്ന് പ്രതിപക്ഷ നേതാവിനെ പ്രതിനിധീകരിച്ച് കെ ബാബു അനുസ്മരിച്ചു. അനുശോചനം രേഖപ്പെടുത്തിയ ശേഷം സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയത്തിൽ നാളെ സഭയിൽ ചർച്ച ആരംഭിക്കും. ലോകത്തിലെ 4ാമത്തെ സാമ്പത്തിക ശക്തിയായി രാജ്യം മാറാൻ പോവുകയാണെന്ന് കേന്ദ്ര സഹമന്ത്രി രാംദാസ് അത്വാലെ. കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൂടുതൽ നേതാക്കൾ NDAയിൽ ചേരുന്ന സ്ഥിതിവിശേഷമാണ് രാജ്യത്ത് നിലനിൽക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. 2 ദിവസത്തെ സന്ദർശനത്തിനിടെ കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ വിവിധ പരിപാടികളിൽ കേന്ദ്ര സഹമന്ത്രി പങ്കെടുക്കും. കേരള സർക്കാരിന്റെ കണക്ട് ടു വർക്ക് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. മത്സര പരീക്ഷകൾ, നൈപുണ്യ പരിശീലനം എന്നിവയ്ക്ക് സ്കോളർഷിപ്പ് നൽകുന്നതാണ് കണക്ട് ടു വർക്ക് പദ്ധതി. തൊഴിലും നൈപുണ്യവും വകുപ്പിന് കീഴിലുള്ള നാഷണൽ എംപ്ലോയ്മെന്റ് സർവീസസ് വഴിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ആദ്യ കേസിൽ ജാമ്യം അനുവദിച്ചു. ജാമ്യാപേക്ഷ പരിഗണിച്ച കൊല്ലം വിജിലൻസ് കോടതി ഉപാധികളോടെ ജാമ്യം അനുവദിക്കുകയായിരുന്നു. ദ്വാരപാലക കേസിൽ അറസ്റ്റിലായി 90 ദിവസം കഴിഞ്ഞിട്ടും അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ലാത്ത സാഹചര്യത്തിലാണ് ജാമ്യം ലഭിച്ചത്. സാങ്കേതികമായി ജാമ്യം ലഭിച്ചെങ്കിലും കട്ടിളപ്പാളി കേസിൽ റിമാൻഡിൽ തുടരുന്നതിനാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ജയിൽ മോചിതനാകില്ല. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിയായ തന്ത്രി കണ്ഠര് രാജീവരെ നാളെ കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കും. SITയുടെ അപേക്ഷയിൽ പ്രൊഡക്ഷൻ വാറന്റ് പ്രകാരം കോടതിയിൽ ഹാജരാക്കുന്ന തന്ത്രിയെ അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടേക്കും. തിരുനാവായ മഹാമാഘ മഹോത്സവ കുംഭമേളയുടെ ഭാഗമായി ഭാരതപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച താൽക്കാലിക പാലങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള ഹൈക്കോടതി നിർദ്ദേശപ്രകാരം അധികൃതർ പരിശോധന ആരംഭിച്ചു. തിരൂരിലെ പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, ജില്ലാ പോലീസ് മേധാവി എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന. മഹാമാഘ മഹോത്സവത്തിന്റെ ഭാഗമായുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ തടഞ്ഞ് വില്ലേജ് ഓഫീസർ പുറപ്പെടുവിച്ച നോട്ടീസിനെ ചോദ്യം ചെയ്ത് നൽകിയ ഹർജിയാണ് കോടതി പരിഗണിച്ചത്. കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കുന്നു. കരട് വോട്ടർ പട്ടികയിലുള്ള പേരുകൾ നീക്കം ചെയ്യാനായി ഏറ്റവും ഒടുവിൽ ലഭിച്ച കണക്കുകൾ പ്രകാരം 5528 അപേക്ഷകൾ ലഭിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30-ന്.